ബ്രദറെ സ്റ്റാർട്ട് ചെയ്തോ, റെക്കോർഡിംഗാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവജനമായിട്ട് നിൽപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവജനത്തിലേക്ക് തിരിയാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കാം. We'll turn to Book of Exodus, chapter 3, verse 1 to 10. എന്നെ ആ ഭാഗം വായിച്ച് ആരെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും കൂടെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 3 verse 1 to 10. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. Okay. Now Moses was tending the flock of Jethro, his father-in-law, the priest of Midian, and he led the flock to the far side of the wilderness and came to Horeb, the mountain of God. There this angel of the Lord appeared to him in flames of the fire from within a bush. Moses saw that though the bush was on fire, it did not burn up. So Moses thought, I will go over and see this strange sight, why the bush does not burn up. When the Lord saw that he had gone over to look, God called him from within the bush, Moses, Moses. And Moses said, Here I am. Do not come any closer. God said, Take off your sandals, for the place where you standing is holy ground. Then he said, I am the God of your father, the God of Abraham, the God of Isaac, and the God of Jacob. At this, Moses hid his face because he was afraid to look at God. The Lord said, I have indeed seen the misery of my people in Egypt. I have heard them crying out because of their slave drives, and I am concerned about their suffering. So I have come down to rescue them from the hand of the Egyptians and to bring them up out of the land into a good and spacious land, a land flowing with the milk and honey, home of Canaanites, Hittites, Amorites, Perizzites, Hivites, and Jebusites. And now the cry of the Israelites had reached me, and I have seen the way of the Egyptians are oppressing them. So now go, I am sending you to the Pharaoh to bring my people to the Israel out of Egypt. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ഫോർ റീഡിങ് ഫോർ മീ. വായിച്ചു തന്ന് എന്നെ സഹായിച്ചതിൽ വളരെ നന്ദി പറയുന്നു. നമ്മളിവിടെ 1 മുതൽ 10 വരെ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 1 മുതൽ 10 വരെ നമ്മൾ ഈ ഭാഗത്ത് കണ്ടത് നമുക്കറിയാം. ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കാനായിട്ട് മോശയ്ക്ക് നൽകുന്ന നിയോഗത്തെ പറ്റിയുള്ള ഒരു വിവരമാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, മോശ ഈ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോയുടെ ആടുകളെ മേയിക്കാനായിട്ട് പോകുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ മോശ ദൈവത്താൽ കൊടുക്കപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ അമ്മായിയപ്പനാൽ കൊടുക്കപ്പെട്ട ഒരു ദൗത്യത്തിൽ ഞാൻ വ്യാപൃതനായിരുന്നു. അപ്പോൾ മോസസ് ഒരു കാര്യത്തിൽ എൻഗേജ് ആയിരിക്കുന്ന സമയത്താണ്, എൻഗേജ് ആയിട്ട് ആ കാര്യം നോക്കി നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കർത്താവിൽ നിന്നുള്ള ദൗത്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും മോസസ് ഒരു കാര്യത്തിൽ എൻഗേജ് ആയിരുന്നു. ആ കാര്യം എന്ന് പറഞ്ഞാൽ മോശയുടെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചിങ്ങനെ മരുഭൂമിയിൽ കൂടെ താൻ നടന്നു പോകുമ്പോഴത്തേനും താൻ കയറി പോയി അങ്ങനെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ താൻ എത്തി. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഇവിടെ നാം കാണുന്നത് മറ്റേ ആടുകളെ മേയിച്ച് താൻ മുകളിലോട്ട് കയറി പോയതാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം നമുക്ക് രക്ഷ എന്നുള്ളൊരു തുടക്കമുണ്ട്. അത് കഴിഞ്ഞ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന മോശ മുകളിലോട്ട് കയറിപ്പോയത്, മോശ വേറൊരു ആവശ്യത്തിന് കയറിപ്പോയത്,
എങ്കിൽ നമ്മൾ അത് ആത്മീകമായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മോശ കയറിപ്പോയത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേമിലോട്ട് മോശ കയറിപ്പോവാണ് ചെയ്തത്. അപ്പൊ ആത്മീയമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പടിപടിയായി നമ്മൾ മുകളിലോട്ട് മോശ നടന്ന് ആടുകളെ മേയിച്ച് നടന്നു പോയ പോലെ നമ്മൾ ആത്മീയ ജീവിതത്തിലും പടിപടിയായിട്ട് മുകളിലോട്ട് കയറി ആ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത്, ദൈവത്തിന്റെ സാമ്യം ഏറ്റവും അടുത്ത്, ദൈവത്തിന്റെ സാമീപ്യം ഏറ്റവും അടുത്ത് അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് വരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ദൈവം എത്ര നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പിശാചായവൻ അല്ലെങ്കിൽ സാത്താൻ നമ്മളെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തില് നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചെങ്കിലും നമ്മൾ ഒരു പാപപങ്കിലമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. പാപത്തിന്റെ എപ്പോഴും സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ഈ മോശ കയറിപ്പോയ പോലെ നമ്മൾ ആത്മീയമായ മലകൾ കയറി ദൈവസന്നിധിയുടെ ഏറ്റവും അടുത്ത് വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പിശാച് ആഗ്രഹിക്കുന്നത് എന്തുമാത്രം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താമെന്നാണ് പിശാചവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ മോശ ചെയ്ത പോലെ കയറി ആത്മീയ ജീവിതത്തിൽ മോശ ഈ ആടുകളെ മേയിച്ച് മോളിൽ കയറിയ പോലെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പടിപടിയായി മോളിൽ കയറിയിട്ട് ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ ഏറ്റവും അടുത്ത് വസിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഏറ്റവും സാമീപ്യത്തിൽ വസിക്കുവാൻ നമ്മളെ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ സാമീപ്യത്തിൽ വസിക്കണമെങ്കിൽ ദൈവവചനവുമായിട്ട് ഒരു മുഴുകിക്കിടക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ വളരെ ചുരുക്കം ചില സഹോദരന്മാരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ അത്ഭുതം തോന്നും, ഇത്ര എങ്ങനെയാണ് ദൈവവചനത്തിൽ മുഴുകി ഇരുന്ന് ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ ആകെപ്പാടെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവവചനമായിട്ട് മണിക്കൂർ കണക്കിന് ഇരിക്കുക, ദൈവത്തിൽ നിന്ന് ചിന്തകൾ അവര് ദൈവവചനം വായിച്ച ചിന്തകൾ എടുക്കുക, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ജീവിത ശൈലിയാണ് അവരുടെ ജീവിതത്തിൽ ഞാൻ നോക്കിയപ്പോൾ കാണാൻ നിനക്കവും സാധിച്ചത്. എനിക്ക് അവരെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ചും അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. പല രീതിയിലുള്ള തിരക്കും പിന്നെ കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സാമീപ്യം നമ്മൾ അനുഭവിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ദൈവം ആ രീതിയിലായി തീരുവാൻ കേൾവിക്കാരായ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും അതുപോലെ പറയുന്ന എനിക്കും അതുപോലൊരു സാവകാശം ദൈവം തരട്ടെ. അതുപോലുള്ള മനസ്സ് നമുക്ക് ദൈവം തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ രണ്ടാം വാക്യത്തിൽ നമ്മൾ വരുമ്പോഴത്തേനും അങ്ങനെ മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് പോലെ എത്തിയപ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ദർശനം നമുക്ക് അല്ലെങ്കിൽ ദൈവിക ദർശനം മോശയ്ക്ക് കിട്ടാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ മോശ എന്ന് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദൂതൻ അപ്പിയർ ചെയ്ത് പറയുന്നു, ഇങ്ങനെ ഒരു തീയുടെ ഒരു തീ ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണുന്നു. പക്ഷെ ആ മുൾപടർപ്പ് കത്താതെ നിൽക്കുന്നതായിട്ട് അത്ഭുത കാഴ്ച മോശ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ മോശ കാണുമ്പോഴത്തേനും മോശയ്ക്കിത് അത്ഭുതം തോന്നുന്നുണ്ട്. ഇങ്ങനെ തീ കത്തുന്നുണ്ട്, പക്ഷെ മുൾപടർപ്പ് കത്താതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ അത്ഭുത കാഴ്ച എന്താണെന്ന് കാണാനായിട്ട് മോശ ഇങ്ങനെ പറയുവാണ്, ഞാൻ അവിടെ പോയിട്ട് അതെന്താ
എന്നുള്ള കാര്യം ഞാൻ കണ്ട് മനസ്സിലാക്കും, പഠിക്കും, അല്ലെ അത് കാണുമെന്നുള്ള രീതിയിൽ തിരിഞ്ഞപ്പോൾ ദൈവം ഉടനെ മോശയെ വിളിക്കുകയാണ്. അപ്പൊ അങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ അടുത്ത് വന്നപ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് അപ്പൊ മോശ വരാനായിട്ട്, മോശ എന്താണ് ഈ അത്ഭുത കാഴ്ച ഇത് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം, മോശെ നീ നിൽക്കുന്ന സ്ഥലം എന്താ. അപ്പൊ മോശ വിളിച്ചപ്പോഴത്തേനും മോശയ്ക്ക് മനസ്സിലായില്ലേലും മോശ ദൈവത്തോട് മറുപടി പറയുന്നുണ്ട്, ഞാനിവിടെ ആണെന്ന്. അപ്പോഴാണ് 5-ാം വാക്യത്തിൽ മോശയോട് പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പവിത്രമായതുകൊണ്ട് നിന്റെ കാലയിലെ ഷൂസ്, നിന്റെ കാലയിലെ ചെരുപ്പ് നീ ഊരണോന്നുള്ള രീതിയിൽ ദൈവം മോശയോട് കൽപ്പിച്ചു. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം മോശയ്ക്ക് ഇവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നമ്മൾ ദൈവ സാന്നിധ്യം എവിടെയാണെങ്കിലും അത് ആക്ച്വലി പർവ്വതത്തിന് മുകളിലാണ്, കാട്ടുപ്രദേശമൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ആളുകളെ മേയ്ക്കാൻ കൊണ്ടുവന്നതാണ്. അവിടെ ഒരു രീതിയിലും ദൈവിക സാന്നിധ്യം വരാൻ ചാൻസ് ഉള്ള കാര്യമല്ല. പക്ഷെ എന്നാലും ദൈവം ഇറങ്ങി വരുന്നതെല്ലാം പവിത്രമായി തീരും. ദൈവത്തിന്റെ ആ പ്രസൻസ് കൊണ്ട് നിറയും എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കണ്ടു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പവിത്രമാണ്, അതുകൊണ്ട് നിന്റെ കാലയിലെ ചെരുപ്പഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഭരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ആ സാമീപ്യം അല്ലെങ്കിൽ ആ പ്രസൻസിന്റെ സ്ഥലം പവിത്രമാണ്. അത് അങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ കാരണം ഇവിടെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ മോശ ഇവിടെ ദൈവമാണെന്ന് അപ്പൊ അത് 6-ാം വാക്യത്തിൽ നമ്മള് അപ്പൊ ഇങ്ങനെ 5-ാം വാക്യത്തിൽ നീ നിന്റെ ചെരുപ്പഴിക്കണം, ഇത് പരിശുദ്ധമായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. 6-ാം വാക്യത്തിൽ വരുമ്പോ ദൈവം തന്നെ ഇവിടെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യം ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ മോശയ്ക്ക് ഉണ്ടായ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശ പറയുന്നത്, മോശ ഭയപ്പെട്ടു എന്നാണ്. മോസസ് വാസ് അഫ്രൈഡ് ടു ലുക്ക് അപ്പോൺ ഗോഡ്. ദൈവസന്നിധിയിലോട്ട് ദൈവത്തിലേക്ക് നോക്കാനായിട്ട് മോസസ് ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നമ്മള് ദൈവസന്നിധിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സീരിയസ്നെസ് നമുക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ കൊടുക്കാറുണ്ടോ? നമുക്ക് ആ ഒരു ദൈവസന്നിധിയിൽ വരുമ്പോഴത്തേനും ഒരു ദൈവിക ഭയം നമ്മളെ ഭരിക്കാറുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ദൈവസന്നിധി വരുമ്പോഴത്തേനും ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും വീടെന്ന് ഞാൻ പറയുന്നില്ല, പല വീടുകളിലും ഇപ്പം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്ഥലത്തോട്ട് നമ്മളുടെ ശ്രദ്ധ പോവും. അവരൊന്ന് ചിരിക്കുവാണെങ്കിൽ നമ്മളും ചിരിച്ചൊന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫോണൊന്ന് റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒരു ഗൗരവമായ ചിന്തയാണ്, ഇത് ആരുടെ ഫോൺ ആയിരിക്കും, എന്തെങ്കിലും എമർജൻസി ഉള്ളതാണോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഈ ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ അല്ലെ ദൈവിക പ്രസൻസിന്റെ ആ സീരിയസ്നെസ് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പലപ്പോഴും പിശാചാകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ മോശ പഴയ നിയമത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഭയപ്പെട്ടു. നമ്മളുടെ ജീവിതത്തിൽ അത്ര ഭയം വരാറില്ലും, പക്ഷെ ആ ഒരു ഭയവും ആ ഒരു ദൈവത്തോടുള്ള ഒരു റെവറൻസും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവസന്നിധി ആണെന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫോണിലോട്ട് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അവിടെ നിന്ന് ചിരിക്കുവാണെങ്കിൽ അവനോട് തിരിച്ചു ചിരിക്കാതെ കുഞ്ഞിനെ സീരിയസ് ആക്കി ഇരുത്താനുള്ള നമുക്ക്
മനസ്സ് വരുന്നത് നമുക്ക് മനസ്സ് വരുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവസന്ധി അത്രമാത്രം സീരിയസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പിന്നീട് നമ്മള് 3:7 വാക്യത്തിൽ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ and the Lord said, I have surely seen the afflictions of the people which ഇവിടെ ദൈവം പറയുന്നത്, ഞാൻ തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു. അവരെ മിസ്രയീമ്യര് എന്തുവാ കൊടുക്കുന്ന കഷ്ടത ഞാൻ കണ്ടു. അവരുടെ കരച്ചിൽ എൻ്റെ കാതുകളിൽ കേട്ടു. നമ്മൾ 7 വാക്യത്തിൽ വായിക്കുന്നു. അപ്പം ഞാൻ അവരുടെ വിഷമത്തെ അറിയുന്നു. ഊഴിയ വിചാരകന്മാർ അവരനുഭവിക്കുന്ന അവരുടെ വിഷമത്തെ ഞാൻ അറിയുന്നു. അതിന്റെ റെസ്പോൺസില് ഞാൻ 8 വാക്യത്തിൽ ഞാൻ അവരെ വിടുവിക്കാനായിട്ട് വരും എന്നുള്ളൊരു അഷ്വറൻസ് ദൈവം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, അവരെ ഞാൻ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുതൽ നൽകാനായിട്ട് വരും. എന്നിട്ട് ഞാൻ അവരെ ആ മിസ്രയീം ദേശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം അങ്ങനെ തന്നെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രോമിസ് ചെയ്യുന്നത്, ഞാൻ നല്ലതും വിശാലവുമായിട്ടുള്ള ഒരു ദേശത്തേക്ക് അവരാക്കും, പാലും തേനും ഒഴുകുന്ന ഒരു നല്ലൊരു ദേശത്തേക്ക് അവരെ ആക്കും എന്നൊരു പ്രോമിസ് അവർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ചിന്തിക്കുവാണെങ്കിലും നമ്മൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവകാര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തവരായിരുന്നു. പക്ഷെ നമ്മളെയും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ വിടുവിച്ചതുപോലെ നമ്മളും പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. അവിടുന്ന് നമ്മളെയും ദൈവം വിടുവിച്ചു. നമ്മളും ഒരു ഇസ്രായേൽ മക്കൾ ഒരു മരുഭൂമി യാത്രയായിരുന്നു. നമ്മളും ഒരു മരുഭൂമി യാത്രയിലാണ്. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലോട്ട് കൊണ്ടുപോയി. നമ്മളും സ്വർഗീയ കനാനിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾക്കും ഒരു നല്ല വാഗ്ദത്ത ദൈവം ദേശം വെച്ചിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്നതിനെക്കാട്ടിലും മേത്തരമായ ഒരു ദേശമാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചേക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, സ്വർഗത്തെ പറ്റിയുള്ള വർണ്ണന അവിടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല അവിടെ എന്തൊക്കെയാണെന്ന്. അത്രയ്ക്ക് മേന്മേറിയ കാര്യമാണ് നമ്മുടെ കർത്താവ് നമ്മൾക്കായി വെച്ചേക്കുന്നത്. അപ്പൊ അതുമായിട്ട് നമ്മൾ ഈ കനാൻ ദേശത്തെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, കനാൻ ദേശത്തിന്റെ മഹത്വം ഒന്നുമില്ല നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ. അപ്പം പൗലോസ് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ കാലത്തിലെ അല്പമായ കഷ്ടം, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ അല്പമായ കഷ്ടം അനന്ത തേജസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒന്നുമില്ലാത്ത ഉള്ള ഒരു രീതിയിലാണ് ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലരും പല അസുഖത്താലോ അല്ലെ ശരീര കണ്ടീഷനിലാലോ ഭാരപ്പെട്ടും വിഷമിച്ചും കഴിയുന്നവരാണ്. പലപ്പോഴും നമുക്ക് മടുപ്പ് വരെ വരാറുണ്ട് ജീവിതത്തിൽ. നമ്മുടെ പല സ്ട്രഗിൾസ് നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ മടുക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ഈ ഞൊടി നേരത്തേക്കുള്ള അല്പമായ കഷ്ടം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അനന്തമായ ഉള്ളൊരു നല്ലൊരു കാലം നമുക്ക് ഉണ്ടെന്നുള്ള പ്രത്യാശ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യാശ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിലെ ഏത് കഷ്ടങ്ങളും നമ്മൾക്ക് ഫേസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഇവിടെ പറയുന്നത്, ഞാൻ 9 വാക്യത്തിലും വീണ്ടും പറയുന്നുണ്ട്, കർത്താവ് ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അതുകൊണ്ട് ഞാൻ അവരെ കരച്ചിൽ കേട്ടു, അതുകൊണ്ട് ഞാൻ അവരെ വിടുവിക്കാൻ വരുമെന്നുള്ള 9 വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പം നമ്മള് ദൈവവചനത്തില് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ 2-3 പ്രാവശ്യം പറയുന്ന ഏത് കാര്യവും അത്യന്ത ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ദൈവം 2-3 പ്രാവശ്യം ഒരേ കാര്യം അരുളപ്പാട് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയം. ദൈവത്തിന് ആ വിഷയത്തുള്ള ബന്ധത്തിൽ അധികമായ ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ 2-3 പ്രാവശ്യം ദൈവം എടുത്തു പറയുന്നുണ്ട്,
ഞാൻ ഈ മറ്റു ജാതികളെയൊക്കെ നീക്കി ഇവർക്ക് ഈ നല്ല ദേശം കൊടുക്കും, ഞാൻ ഇവരുടെ കർച്ചൽ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് 10-ാം വാക്യത്തില് മോശയോട് പറയുകയാണ്, അതുകൊണ്ട് നീ വാ വന്നിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കും എന്നുള്ള രീതിയിൽ മോശയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ദൗത്യം 10-ാം വാക്യത്തിൽ നമ്മൾ മോശയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജീവിതത്തിലും ഏൽപ്പിക്കാറുണ്ട്. നമുക്ക് എന്തുമാത്രം വിഷമമാണേലും ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ദൈവനാമത്വത്തിന് വേണ്ടി പല കാര്യങ്ങളും നമ്മളെ മോശയെ 10-ാം വാക്യത്തിൽ ഏൽപ്പിച്ചതുപോലെ നമ്മളെയും ദൈവം പല കാര്യങ്ങൾ ഏൽപ്പിക്കും. ചിലപ്പോൾ പലയിടത്തോട്ട് നമ്മളെ ഉത്തരവാദിത്തങ്ങൾ തന്നെ അയക്കാനായിട്ട് ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ മോശം പറഞ്ഞ പോലെ പറയും, വേറെ ആരെങ്കിലും അയച്ചത് ദൈവമേ, മോശം പറഞ്ഞ പോലെ നമ്മളും ഇങ്ങനെ ന്യായങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ വിക്കനായാണ്, ഞാൻ തടിച്ചതാണുള്ളവനാണ്, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല, എനിക്ക് പകരം വേറെ ആരെങ്കിലും അയക്കണേ എന്നൊക്കെ നമ്മളും പറയും. പക്ഷെ ദൈവം മോശയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ മോശ തന്നെ ചെയ്യണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ ദൈവം നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്നാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ വികലാംഗരായിരിക്കും, ഒരുപക്ഷെ കണ്ണു കാണാത്തവരായിരിക്കും, ഒരുപക്ഷെ ശരീരവേദന ഉള്ളവരായിരിക്കും, എന്തും ആയിക്കോട്ടെ. പക്ഷെ ദൈവം നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളിൽ സന്തോഷിക്കും. അതുപോലെ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ദൈവം നമ്മളെ ഇനിയും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ദൈവത്തോട് ഒരിക്കലും നോ പറയാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാവാൻ ദൈവം സഹായിക്കട്ടെ. അതിനായി ചെറിയ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മോത്തപ്പെടുമാറാകട്ടെ.